എവിടെയാണ്? വീട്ടിലല്ല, ഹോസ്പിറ്റലില്. പറഞ്ഞേ. ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാ പോണേന്ന് അതിനുന്റെ ഒരു ഇൻട്രോ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങളപ്പോ അതിനെ കാണിക്കാൻ വേണ്ടി ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുവാട്ടോ. അതിനിപ്പോ കുറച്ച് ഒരു 6 മാസമായിട്ട് ഞങ്ങൾ ഹോമിയോ ഉണ്ടാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണിച്ചു തുടങ്ങിയപ്പോൾ അതിനൊന്ന് കുറച്ച് അസുഖം കുറഞ്ഞായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ. പിന്നെ ഞങ്ങൾ ഡോക്ടറിനെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ചെറിയൊരു ജലദോഷം വരുന്നു. അപ്പൊ ജലദോഷത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ചെവി വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ചെവി വേദന മാറാൻ വേണ്ടിയിട്ടാണ് ജലദോഷം കാണിക്കാൻ പോയത് കേട്ടോ. അപ്പൊ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ക്യൂൻസിലാണ് പോയത്. നോമ്പ് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ മോമോസ് കഴിക്കാൻ വേണ്ടി കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ട്. അപ്പൊ അവിടെ പോകാൻ വെച്ചിട്ട് ഞങ്ങൾ നേരെ ക്യൂൻസിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മോമോസ് മാത്രമല്ല കേട്ടോ, അതിന് കുറച്ചു നേരം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നടത്തണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും വർക്കും ഡേ കെയറും വീടും അങ്ങനെയൊക്കെ ആയിട്ടല്ല പോണത്. അപ്പൊ അതിന് കുറച്ച് എൻജോയ്മെന്റ് ആയിക്കോട്ടെ വിചാരിച്ച് കൊണ്ടുപോയതാണ്. അവിടെ ചെന്ന് ഞങ്ങൾ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മോമോസും പറഞ്ഞു, ഞാൻ അത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിന് വരുന്നത് ഈ വഴിയാണ്. അപ്പൊ ഇവിടെ തന്നെയാണ് മോമോസ് ഉള്ളത്. പക്ഷെ അത് പാർസൽ വാങ്ങിയിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ട് കഴിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് തന്നെ കഴിക്കണേ. പാർസലാകുമ്പോഴേക്കും വീടെത്തുമ്പോൾ ചൂടാറും. അപ്പൊ ടേസ്റ്റ് നല്ല രീതിക്ക് ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് തന്നെ കഴിക്കണം. അങ്ങനെ എൻ്റെ മോമോസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും വന്നു. അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അളിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അളിയനും പിള്ളേരും വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള പാർസൽ വാങ്ങി പോണവയ്ക്ക് കടയിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.